മലയാളികൾ ശക്തന്മാരാണ്, ബുദ്ധിമാന്മാരാണ്, ഭക്തന്മാരാണ്, വിശ്വാസികളാണ്, പ്രത്യേകിച്ച് ദൈവവിശ്വാസികൾ. ഒരു അപകടം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത്. ഇങ്ങനെ വിശ്വാസമുള്ള മനസ്സുകളിലേക്ക് പലപ്പോഴും അന്ധവിശ്വാസവും കുടിയേറി പാർക്കാറുണ്ട്. ഈ വിശ്വാസവും അന്ധവിശ്വാസവും കൂട്ടിമുട്ടിയപ്പോൾ അവിടെ എന്ത് ജയിച്ചു എന്നുള്ളത് നിങ്ങൾ കാണുക, തീരുമാനിക്കുക. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. ഒഴിഞ്ഞു പോയാ പറ്റൂ. എന്നാ പോരാ ഞാൻ നിന്നെ ഒഴിപ്പിക്കുള്ളൂ. ഞാൻ നിന്നെക്കാട്ടി വലിയ പ്രേതത്തിന് കളി കെട്ടിയവളാ ഞാൻ, ഒഴിപ്പിച്ചോളാ ഞാൻ, ആട് നിറച്ച് തല കഴിച്ചു വിട്ടവളാ ഞാൻ. എനിക്ക് ഒഴിഞ്ഞു പോയാ പറ്റൂ. അതാണ് കിടുകിടാനന്ദ മൂർത്തി. ശിഷ്യൻ തണുപ്പത്ത് കിടുകിടാനന്ദ മൂർത്തിയും ശിഷ്യ മൂത്രി എടാ, നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്ര നേരം? ഇവിടെ പൂ പറിക്കണം, ആൾക്കാരെ കയറ്റി വിടണം, സാധനങ്ങൾ മേടിക്കണം, കാശ് മേടിക്കണം. എടാ, ഒരു ശിഷ്യനെ നീ ഇവിടെ എപ്പോഴും കാണണ്ടല്ലടാ. നീ എവിടെ പോയി കിടക്കുവാടാ? ഗുരുവേ, ഗുരുവിന് ഒരു ബോധമില്ലേ? ഗുരുവിനറിയാലേ പ്രേതങ്ങളും ഭൂതങ്ങളുമായിട്ടാണ് നമ്മുടെ സഹവാസം. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു അമ്പലത്തിൽ കയറി ഒരു പുഷ്പാഞ്ജലി അങ്ങ് കഴിച്ചു. കൊള്ളാം. അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. നീ പുഷ്പാഞ്ജലി കഴിച്ചു. എടാ, ഗുരുവോ എനിക്ക് വേണ്ടി നീ എന്താടാ കഴിച്ചത്? എന്റെ പൊന്നു ഗുരുവേ, ഗുരുവിന് വേണ്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കറിയാം നീ കഴിക്കുമെന്നറിയാം. എന്താ നീ കഴിപ്പിച്ചത്? ആ രാഘവന്റെ കടയിൽ കയറി പുട്ടും ദോശയും കഴിച്ചു. 45 രൂപ പറഞ്ഞ കേട്ടോ. ഒഴിഞ്ഞു പോകാനാ പറയുന്നത്. ഇപ്പൊ വരാം. അതേ, നിന്റെ മുഖത്തിന് ഒരു പാട് കാണുന്നേ. അയ്യോ ഗുരുജി, പറയാൻ മറന്നുപോയി. ഞാൻ വരുന്ന വഴിക്ക് ഒരു പൂ മണത്തിന് നാട്ടുകാരെടുത്തിട്ട് തല്ലിയവാ. ദൈവമേ, ഒരു പൂ മണത്തിന് നാട്ടുകാർ തല്ലിയോ? എന്ത് ക്രൂരമാണ് നാട്ടുകാര്! എന്റെ ശിക്ഷനെ തൊട്ട ഇവരെയൊക്കെ ഞാൻ ശമിക്കുകയാണ്. ഇവരെയൊക്കെ ഒരു മിനിറ്റ്, നാട്ടുകാരെ, എന്റെ ശിക്ഷനെ കൊല്ലുക ഞാൻ. അവരെന്തിനു ശപിക്കുന്നത്? ശപിക്കണം. ഞാനൊരു പെണ്ണിന്റെ തലമുടി ഇരുന്ന പൂ മണത്തേനാണ് നാട്ടുകാരെടുത്തിട്ട് തല്ലിയത്. ദൈവമേ, നാട്ടുകാരെ, ഞാൻ വെറുതെ പറഞ്ഞാൽ ഒന്നും ചെയ്യരുത്. പോരാ. അതേ, എടാ, എനിക്ക് പുറത്തോട്ടിറങ്ങാൻ ഭയങ്കര പേടി പോലെ, ഭയങ്കര ആൾക്കൂട്ടം പുറത്ത്. അയ്യോ, പുറത്ത് ഭയങ്കര ചെറുപ്പക്കാരുടെ തിക്കും തിരക്കുമല്ലയോ? അല്ല, ഞാൻ ചെയ്ത വല്ല പൂജ വല്ല മുടക്കിയിട്ട് വല്ലൊരു വന്നാണോടാ? അയ്യോ, പറയാൻ മറന്നുപോയി. അതെ, എന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു കുഞ്ഞ കയ്യബദ്ധമാണ്. ഞാനുണ്ടല്ലോ, പത്രത്തിലൊരു പരസ്യം കൊടുത്തു, പ്രേതബാധ ഒഴിപ്പിക്കുമെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടില്ല കൊടുത്തത്. അച്ചടിച്ച് വന്നപ്പോഴേ തെറ്റിപ്പോയി, പ്രേമബാധ ഒഴിപ്പിക്കുമെന്നായി. പിള്ളേരാണ് വന്നിരിക്കുന്നത്. അതിനാ വന്നിരിക്കുന്നത്. ഉള്ള കേരളത്തിലെ മുഴുവൻ കോളേജിലെ പിള്ളേരുണ്ടല്ലോ അവിടെ. നമുക്ക് ഒഴിപ്പിക്കാം. നിനക്കറിയാമല്ലോ എനിക്കൊരു നല്ല വിലയുള്ളതാണ്. പിന്നെ എനിക്കൊരു വലിയൊരു വെയിറ്റ് ഉള്ളതാണ്. അറിയപ്പെടുന്ന ഒരു ഗുരുവാണ് ഞാൻ. ഗുരു അറിയാവോ? അറിയപ്പെടുന്ന ഗുരുവൊക്കെ ശരി തന്നെ, അങ്ങനെ കാണുന്ന തന്നെ ഇപ്പൊ നാട്ടുകാർക്ക് ഒരു ഗുരുവാണ്. ഇപ്പൊ വരാം. ശിഷ്യ മൂത്രി ശലമൂർത്തി, എടാ, വായി നോക്കി നിൽക്കാതെ ആരെങ്കിലും ഉണ്ട് വിളിച്ചോണ്ട് വാടായിക്കോട്ട്. വിളിക്കാം. നെക്സ്റ്റ് ടെസ്റ്റ് നമ്പർ 301 3001 ഓൺ ദി മന്ത്രവാദപുരം. കമാൻ, കരവടാ. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. താനോടെ പോവാ? അല്ല, ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. അയ്യോ, തന്നോടല്ല പറഞ്ഞത്. ഇവിടെ വേറെ ഒഴിപ്പിച്ച് നടന്നോണ്ടിരിക്കും, ഒഴിപ്പിക്കൽ നടന്നോണ്ടിരിക്കുകയാണ്. അല്ല, വന്നതിന് ഉദ്ദേശം മനസ്സിലായില്ല. എന്താണ് കാര്യം? സ്വാമി അപകടാനന്ദ മൂത്രി. അയ്യോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സ്വാമിയാണ് ആ സ്വാമി. ആ സ്വാമിയോ? അല്ല, സ്വാമിയാണ് ആ സ്വാമി എന്ന് പറയുന്നുണ്ടോ? സ്വാമി അല്ലേ ഈ സ്വാമി? അതെ, ആ സ്വാമിയാണ്. വന്നതിന് ഉദ്ദേശം മനസ്സിലായില്ലേ? പറയൂ. ഒന്നുമല്ല സ്വാമി, എന്റെ ഭാര്യനെ അങ്ങ് ഏറ്റെടുക്കണം. 25 വർഷമായിട്ട് ഉടനെ ഞാൻ കൊണ്ടുനടക്കുന്ന എനിക്കറിയാം. നിന്റെ ഭാര്യ ഞാൻ ഏറ്റെടുത്തത്. അയ്യോ, അങ്ങനെയല്ല പറഞ്ഞത്. എന്റെ ഭാര്യ ഒരു കുഴിയിൽ വീണെന്ന് കരക്കി കയറ്റണമെന്ന് പറഞ്ഞത്. അതിനൊരു കാര്യം ചെയ്യും, JCBയോ അല്ലെങ്കിൽ പൊക്കി എടുത്ത് പൊക്കി അങ്ങോട്ട് മാറ്റി വെക്കുക. മനസ്സിലാക്കുക, ഇതൊന്നും അല്ല പ്രശ്നം. സുശീല 15 വർഷമായിട്ട് സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുക. അപ്പൊ നടിയാണ് വിഷയം? നടിയല്ല വിഷയം. അവളിപ്പോ പുരാണ സീരിയലിലാണ് അഭിനയിച്ചോണ്ടിരുന്നത്. പക്ഷെ ഈ ഇടയായിട്ട് നമ്മുടെ ചാനലുകാർ മൊത്തം റിയാലിറ്റി ഷോയിലേക്ക് മാറി. അതോടുകൂടി പുരാണ സീരിയൽ എല്ലാം കട്ടയും പടവും മടക്കി. അപ്പൊ അവളിപ്പോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഒഴിഞ്ഞു പോയില്ല. അതല്ല സ്വാമി പ്രശ്നം. അവള് പുരാണ സീരിയലിലാണല്ലോ അഭിനയിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് ഓരോ ദിവസം അവൾ ഓരോ പുരാണ കഥാപാത്രങ്ങളാകും. ഒരു ദിവസം ഉർവശിയാകും, ഒരു ദിവസം രംഭയാകും, തിലോത്തമയാകും, മേനകയാകും, ഒരു ദിവസം ശകുന്തളയാകും. ഒരു കാര്യം ചെയ്യും, താമസിയാതെ രേഷ്മിയോ ഷക്കീലോ മറിയായി മാറും. താനൊരു മേശ ഇട്ടിട്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കി കൊണ്ടിരിക്കാം.
പൊന്നു സ്വാമി അതായിരുന്നു ഈ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ല. ഒരു ദിവസം എന്നെ കാട്ടിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് എന്നോട് പറയുവാ സീതയാണെന്ന്. ആ അതുപോലെ തന്നെ കണ്ണും കെട്ടി നടു റോട്ടിക്കൂടെ നടന്നിട്ട് ഇവള് പറയുവാ ഗാന്ധാരിയാണെന്ന്. ഇതൊക്കെ ക്ഷമിക്കാം. ഒരു ദിവസം വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുമ്പോ ഇവൾ ഉണ്ടായിരുന്ന സാരിയും തുണിയെല്ലാം അഴിച്ചു മാറ്റിട്ട് ഇവള് പറയുവാ പാഞ്ചാലിയാണ് വസ്ത്രാക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാണം കെട്ട് പോയി. അപ്പൊ അതാ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ബാധ ഒന്ന് ഒഴിപ്പിച്ചു തരണം. അതെ എനിക്കിപ്പോ തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഈ കൂടിയിരിക്കുന്ന ബാധ ചെറിയ ബാധയല്ലത്. ഇത് ചാനലിൽ ബാധിക്കുന്ന വലിയൊരു ഘടകണ്ഡാരം ബാധയാണ്. ഒഴിപ്പിക്കണം. പൂജാക്രിയകളോ വേണം. ശിഷ്യ ഞാൻ ഒരു കാര്യം പറയൂ. ഈ ബാധ കയറുന്നവരിൽ 100-ൽ ഒരാൾ മാത്രമല്ലേ രക്ഷപ്പെടുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തട്ടിപ്പോവും. പൂജാവിധികളെല്ലാം പറഞ്ഞു കൊടുക്കും. അതെ പൂജയൊക്കെ നടത്തും ആശാൻ. പക്ഷെ കാശ് സ്വപ്പം കൂടുതലാവും. കാശ് എത്ര കൂടിയാലും കുഴപ്പമില്ല. കടം പറയാൻ തയ്യാറാ. ശരി ശരി ശരി. അപ്പൊ പിന്നെ തുടങ്ങാം. അപ്പനെ ബന്ധിപ്പൂ സ്വർഗരാജ വെള്ളപ്പം ലിസ്റ്റ് പറയാം. ഈ സാധനങ്ങൾ മൊത്തം വാങ്ങിക്കൊണ്ടുവരണം. അത്തിചെത്തി ചരിക്ക ചെമ്പഴിക്ക ജാതിമതം ചൊറിയണം പിച്ചണം മാന്ത്രം അയമോദകം സാദാമോദകം ആവണക്ക് ഇവണക്ക് എല്ലാം ഉണ്ടാവും. അല്ലിപ്പൂ മല്ലിപ്പൂ മുല്ലപ്പൂ പിച്ചിപ്പൂ പച്ചപ്പൂ പാലപ്പൂ കൂടെ ഒരു ചെമ്പരത്തി. എന്തിനാണോ ചെമ്പരത്തിപ്പൂ? അതെ ഈ പൂജ കഴിയുമ്പോഴേ എനിക്ക് വെച്ചു നടക്കാൻ മല്ലിയില പുതിനയില കറിവേപ്പില തുളസിയുടെ അയൽപക്കത്തെ സർവ്വ ഇലയും വേണ്ടി വരും. അയ്യോ ഈ ഇലയൊക്കെ എന്തിനാണ് പൂജക്കാണോ? ഈ പൂജ പച്ചക്കൃഷി കൃഷി ചെയ്യുന്നത് അതിന് വേണ്ടിട്ടാ പറഞ്ഞത്. തീർന്നില്ല. സിഗരറ്റ് ബീഡി 2 ബണ്ടൽ വീതം വേണ്ടി. ഇതൊക്കെ പൂജക്കാണോ? പൂജക്കല്ല പുകയ്ക്കാൻ. പൂജക്ക് പുകയ്ക്കാൻ. ഞങ്ങൾക്ക് പുകയ്ക്കാൻ. ഞാൻ പറഞ്ഞുതരാം. കറുത്ത കരിങ്കോഴിയുടെ തൊലി പൊളിച്ച് തോലിച്ച് മസാല പുരട്ടെ ചിക്കൻ ചില്ലി ചിക്കൻ കുറുമ ചിക്കൻ സുർമ ചിക്കൻ 65 ചിക്കൻ ഒല്ലത്തി ചിക്കൻ ഗുഹാത്തി ചിക്കൻ ഗുജറാത്തി ചിക്കൻ. ഇതെല്ലാം പൂജക്കാണോ? പൂജക്കാണോ ഇതൊക്കെ? ചിക്കനൊക്കെ തിന്നാനെല്ലാവരും. അത് ശരി. ആരോഗ്യം വെച്ചിട്ട് വേണ്ട ഞങ്ങൾക്ക് 2 കൂടെ പൂജ തുടങ്ങാം. അതെ അതെ. ഒരു ഗ്ലാസ് ചെറുതേനാ പൂജക്കാ? ഇത് പൂജക്കല്ല. ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ഞങ്ങൾക്ക് വാങ്ങുവാനാ. പിന്നെ തീർന്നില്ല. പിന്നെ ഉണ്ടല്ലോ അവസാനമായി 2 കസവിന്റെ കോടിമുണ്ട് വേണം. കസവിന്റെ കോടിമുണ്ട് അതും പൂജക്കാണ്. പൂജക്കാ? എടാ ഇത് ആശാന്റെ അളിയന്റെ കല്യാണത്തിന് ഞങ്ങൾ കൊടുത്തോണ്ട് പോവാൻ. അപ്പൊ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കടത്തും. കുളിപ്പിക്കാനോ? എന്റെ പൊന്നു സ്വാമി ഇതൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് വല്ല ചരടോ ഏലസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജപിച്ച് ഞാൻ അവളുടെ കഴുത്തെ കെട്ടിക്കോളാം. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഇപ്പൊ ഞങ്ങൾ ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ കാരണം തൊണ്ടയടപ്പായുണ്ട്. മന്ത്രമൊക്കെ ചൊല്ലി നിർത്തി. അത് ശരി. ഇപ്പൊ ഞങ്ങൾ CD-യിലാക്കിയിരിക്കുക. കാര്യങ്ങളൊക്കെ CD-യിലാണ്. ഓഹോ. എല്ലാ ബന്ധങ്ങളും അതായത് റിയാലിറ്റി ഷോ വരുന്ന എല്ലാ ജഡ്ജിമാരില്ലേ ടെമ്പോ പോരാ, സാധനം പോരാ, സംഭവമില്ല, അതെവിടെ എന്താ കൂട്ടായത് നിനക്കൊന്നുമില്ലേ, ഉള്ളിലുണ്ടല്ലോ പുറത്തില്ലല്ലോ വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഇട്ട് തരാം. ഭാര്യ 100 വിട്ടോളൂ. 100 ഒഴിഞ്ഞു ഓക്കെ. അപ്പൊ ആ CD തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അവളുടെ ഇട്ട് കേൾപ്പിച്ച് ഞാൻ അവിടെ ബാധ എങ്ങനെയും ഒഴിപ്പിച്ചോളാം. ശിക്ഷ CD എടുത്തു കൊടുക്കൂ. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. പോകാൻ ഇല്ല, ഞാൻ പോയില്ല. അപ്പൊ ഇതാണ് CD. ഇതാണ് CD. ഇതിലുള്ള മന്ത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. കേൾക്കാം. ഭാര്യ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഓക്കെ. സംഗതി പോരാ, സംഭവമില്ല, ടെമ്പോ ഇല്ല, ജീപ്പില്ല, കാറില്ല, ഓട്ടോറിക്ഷ ഇല്ല, മന്ത്രങ്ങളാണല്ലേ? അപ്പൊ വളരെ ഉപകാരം. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. അല്ല മന്ത്രവാദി, ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കാണ്. മന്ത്രവാദി അകത്തേക്ക് നോക്കിട്ട് ഒഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതുവരെ ബാധ ഒഴിഞ്ഞു പോയില്ലേ? 25 വർഷമായി. ഇത്ര നാളായിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല. അത്രയ്ക്ക് ഭീകരമാണ് ഈ ബാധ. അത്രയ്ക്ക് ഭീകരമാണ് ഈ ബാധ. അതേത് ബാധ? എന്റെ ഭാര്യ അവള് വലിയ ഒഴിയാബാധയാണ്. ഒഴിഞ്ഞു പോകാൻ ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? കേശവോ എന്തോ കുറച്ച് നാളായല്ലോടോ വായനക്കാണെന്നും പറഞ്ഞിറങ്ങിയിട്ട് വീടും കുടിയൊന്നും വേണ്ടോടോ കേശവോ കേശവോ പത്മനാഭോ എന്തോ
എന്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സുഖം തന്നെയാണോടോ എന്റെ പത്മനാഭോ പത്മനാഭ നിന്റെ നാട്ടിലെ വിശേഷങ്ങൾ പറയാനാണ് യുദ്ധം ഞാൻ ഇങ്ങോട്ട് വന്നതൻ കേശവോ. യുദ്ധം ഉരജയന്റെ പത്മനാഭോ വളർത്തിയിരുന്ന നിന്റെ ഒരു നന്ദിനി പശു ഉണ്ടല്ലോ, നന്ദിനി പശു. നിന്റെ നന്ദിനി പശു മരിച്ചുപോയ വിവരം പറയാനാണ് യുദ്ധം ഞാൻ ഇങ്ങോട്ട് വന്നത് കേശവോ. എന്റെ നന്ദിനി പശു മരിച്ചെന്നോ? ആണോടോ? എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ? കേശവോ, ഓ, അത് നിന്റെ വായനയ്ക്ക് വിഘ്നം വരുത്തണ്ടെന്ന് കരുതിയാണ് കേശവോ. എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന്, എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന് ഇത്തോ എന്നോട് എന്റെ പത്മനാഭോ. ഞാൻ പറയാം, നിന്റെ വീടിനടുത്തൊരു എരുത്തിലുണ്ടല്ലോ ഈ പശു, പശു വാഴുന്ന എരുത്തിലിന് തീ പിടിച്ചാണ് നിന്റെ നന്ദിനി പശു മരിച്ചത് കേശവോ. എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ? എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ? എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ കേശവോ, അത് നിന്റെ വായനയ്ക്ക് വിഘ്നം വരുത്തണ്ടെന്ന് കരുതിയാണ് കേശവോ. എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ? എങ്ങനെയാ എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചതെന്ന് യുദ്ധം എന്നോട് എന്റെ പത്മനാഭോ. ഞാൻ പറയാം, നിന്റെ വീടുണ്ടല്ലോ, നിന്റെ വീടിന് തീ പിടിച്ചപ്പോൾ ആ തീ പടർന്നാണ് നിന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചത് കേശവോ. എന്റെ വീടിന് തീ പിടിച്ചെന്നോ? എന്റെ വീടിന് തീ പിടിച്ചെന്നോ? എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ? കേശവോ, അത് നിന്റെ വായനയ്ക്ക് വിഘ്നം വരുത്തണ്ടെന്ന് കരുതിയാണ് കേശവോ. എന്റെ വീടിന് എങ്ങനെയാ തീ പിടിച്ചതെന്ന് ഇത്തോ എന്നോട് ഉറച്ചിന്റെ വീടിന് എങ്ങനെയാ തീ പിടിച്ചതെന്ന്, നിന്റെ വീടിന് എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് നിന്റെ അച്ഛൻ മരിച്ചില്ലേ? ആ മരിച്ച പട്ടടയിൽ നിന്ന് തീ പിടിച്ചാണ് നിന്റെ വീടിന് തീ പിടിച്ചത് കേശവോ. എന്റെ അച്ഛൻ മരിച്ചെന്നോ? എന്റെ അച്ഛൻ മരിച്ചെന്നോ? എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ? അത് നിന്റെ വായനയ്ക്ക് വിഘ്നം വരുത്തേണ്ടെന്ന് കരുതിയാണ് കേശവോ. എന്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് യുദ്ധം എന്നോട് എന്റെ പത്മനാഭോ. അത് ഞാൻ പറഞ്ഞു തരാം. നിന്റെ അമ്മ മരിച്ച വിഷമം കാരണം അറ്റാക്ക് വന്നതാണ് നിന്റെ അച്ഛൻ മരിച്ചത് കേശവോ. എന്റെ അമ്മ മരിച്ചെന്നോ? എന്റെ അമ്മ മരിച്ചെന്നോ? അത് പോട്ടെ, അത് പോട്ടെ, അതിരിക്കട്ടെ, അതിരിക്കട്ടെ, അല്ലടാ അതിരിക്കട്ടെ എന്ന് നാലാൾ അറിയേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മിന്നു കെട്ടിക്കൊണ്ടുവന്ന് എന്റെ സുന്ദരിയും സുശീലയും സുമുഖിയും സൗന്ദര്യധാമവുമായ എന്റെ ഭാര്യ ഇപ്പോൾ എന്തെടുക്കുന്നടോ? നീ മിന്നു കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യ, നിന്റെ സഹധർമ്മണി, നിന്റെ ദാശായണി അവളിപ്പോൾ ആഹ്ലാദത്തോടു കൂടി ആമോദത്തോടു കൂടി എന്നോടൊപ്പം കഴിയുന്നെന്റെ കേശവോ.